കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവള് എന്താ പറ്റിയേ? ആ നിൽക്കുന്ന പെണ്ണാണോ കൊട്ടാരം വീട്ടിലെ ദേവന്റെ ഭാര്യ? അതേലോ, ദേവന്റെ അടുത്ത് നിൽക്കുന്നത് ഭാര്യയല്ലേ? അതിനിപ്പോ എന്താ? അല്ല, അത് ഭാര്യയൊന്നുമല്ല. അതിനൊരു ചാൻസും ഇല്ല. ശേഖരൻ എന്തീ പറയുന്നത്? അതെ, അന്ന് ഈ ദേവന്റെ കല്യാണത്തിന് പോയപ്പോഴാ വഴിയിൽ വെച്ചൊരു പെണ്ണുമായിട്ട് വഴക്കുണ്ടായത്. അവള് താക്കോലെടുത്ത് എറിഞ്ഞെന്നും അതുകൊണ്ട് കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ പെണ്ണാണ് ദേ ഈ നിൽക്കുന്ന പെണ്ണ്. ഇവൾക്കിവിടെ എന്താണ് പണിയെന്ന് ഒന്ന് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അയ്യോ, അയാൾ എന്നെ കണ്ടോ? സംശയം തോന്നി കാണുമോ? ഇനി എന്നെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റില്ല. എന്താ ചെയ്യാ? എന്റെ ജീവിതം ഇന്നത്തോടാവട്ടെ. കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളും പോയി. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ശ്രീരാമ ശ്രീരാമ ശ്രീരാമ. ശ്രീ, നമുക്ക് പോയാലോ? വന്നില്ലേ? അയാൾ എങ്ങോട്ട് പോയി? ഒരു മിനിറ്റ് അമ്മേ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. ഒന്നിങ്ങോട്ട് വന്നേ. ഏയ്, എന്താ നിനക്ക്? ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. നീ എന്തിനാ എന്നെ കൊണ്ട് പിടിച്ചോണ്ടോന്നേ? ശേഖരേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് വല്ല വിവരമുണ്ടോ? അവർക്ക് രണ്ടുപേർക്കും കല്യാണം നടന്നിട്ടില്ലെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാരല്ലെങ്കിൽ എങ്ങനെ അവരെ ഒന്നിച്ച് ജീവിക്കുന്നേ? ഒരുമിച്ച് ജീവിക്കാൻ ആ വീട്ടുകാരെങ്ങനെ സമ്മതിക്കും? അതൊന്നും എനിക്കറിയില്ലടി. പക്ഷെ ആ പെണ്ണൊരിക്കലും അന്ന് ദേവന്റെ കല്യാണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അതെനിക്കുറപ്പാ. മുഹൂർത്ത സമയത്ത് അവൾ എന്റെ കൂടെ നിന്ന് വഴിയിൽ വഴക്കുണ്ടാക്കുകയായിരുന്നു. നിങ്ങൾ കണ്ടത് വേറെ ആരെങ്കിലും ആവും. ഞാനൊരു പോലീസാടി. വേഷം മാറി വരുന്നവനെ പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവളെ ഞാൻ ഒരിക്കലും മറക്കില്ല. അതിവളാണെന്ന് എനിക്ക് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, അമ്പലത്തിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടായ കൊട്ടാരം വീട്ടിലെ മാനം എന്താവും? എന്നും പറഞ്ഞ് വിട്ടുകളയാനാണോ? അല്ല ഏട്ടാ, ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലാക്ക്. പിന്നെ തെളിവുകൾ ശേഖരിച്ചിട്ട് പതുക്കെ കാര്യങ്ങൾ പറ. അതല്ലേ ശരി. രക്ഷപ്പെട്ടു. ഇന്നത്തെ കടമ്പ ഇങ്ങനെ കടന്നു കിട്ടി. ശ്രേയ, ആ അതേ വരുന്നു അമ്മേ.
ഇനി ദേവനാണല്ലോ എല്ലാം നോക്കി നടത്താൻ പോകുന്നത്. അതെ രാഘവ, ഇന്നല്ലെങ്കിൽ നാളെ കുട്ടികളല്ലേ ഇതെല്ലാം നോക്കി നടത്തേണ്ടത്. നമുക്ക് വിശ്രമിക്കേണ്ട സമയമായി. വർമ്മ സാറേ, ഇത്രയും ചെറിയ പ്രായത്തില് വലിയൊരു ഉത്തരവാദിത്ത തലയിൽ വെച്ചു കൊടുക്കുന്നേ. അപ്പൊ അവൻ മിടുക്കൻ തന്നെ ആയിരിക്കില്ലേ? ഇങ്ങനെ ഒരു മകനെ കിട്ടിയത് വർമ്മ സാറിന്റെ ഭാഗ്യം തന്നെയാ. എല്ലാ കുടുംബത്തിലും ദേവനെ പോലൊരു മകനെ കിട്ടിയ അത് ശരിക്കും ഒരു ഭാഗ്യം തന്നെ. അമേരിക്കയിൽ ചെന്ന് വലിയ പഠിത്തമൊക്കെ കഴിഞ്ഞു വന്നയാളാ. അവന്റെ പഠിപ്പിനൊത്ത ജോലി അവിടെ തന്നെ കിട്ടേണ്ടതുമാണ്. എന്നിട്ടും അച്ഛന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി അവൻ ഇങ്ങോട്ട് വന്നത് അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാനിപ്പോഴും ഇവിടെ നിൽക്കുന്നത് എൻ്റെ വൈദേഹിക്ക് വേണ്ടിയാ. അതിനിടയ്ക്ക് ഈ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ തലയിൽ വെച്ച് തന്നതല്ലേ. ശ്രേയയെ കല്യാണം കഴിച്ച് വൈദേഹിനെ മനസ്സിൽ വെച്ചോണ്ട് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല. നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേവ. പക്ഷെ എന്ത് ചെയ്യാനാ? ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെങ്കിൽ നീ നിന്റെ മനസ്സ് മാറ്റിയേ പറ്റൂ. ഇത്രയും ഭംഗിയായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ ദേവന്റെ രോമം പോലും എനിക്ക് കിട്ടിയില്ല. ഊർമിളയുടെ മുമ്പിൽ ഞാൻ വീണ്ടും ഒരു വിഡ്ഢിയായി. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അല്ല എങ്കിൽ വല്യച്ഛൻ ദേവന്റെ പട്ടാഭിഷേകം അങ്ങ് നടത്തും, സർവാധികാരങ്ങളും ഏൽപ്പിക്കും. ദേവന്റെ മാത്രമല്ല, അതിനു മുമ്പ് ഈ കിളവന്റെ കഥ കൂടി കഴിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അന്ന് തന്നെ കൊല്ലേണ്ടതായിരുന്നു. അച്ഛനാണ് ഇടക്കേറി ചാടിയത്. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. ആ പട്ടാഭിഷേകത്തിന്റെ മുഹൂർത്തത്തിന് ഒരു ക്ഷണം മുമ്പെങ്കിലും അയാളെ അങ്ങ് പറഞ്ഞയച്ചാലാ. ദേവന്റെ കാര്യമൊക്കെ പതുക്കെ നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു മർഡർ പ്ലാൻ ചെയ്തിട്ട് പിടിക്കപ്പെട്ടാലോ? ജീവിതം തന്നെ നഷ്ടാവും. ബുദ്ധിപരമായി എന്തെങ്കിലും ചെയ്യണം. യെസ്, അന്നേ കുറച്ച് കൂടുതൽ ഡോസ് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴേക്കും ആ കളവൻ മരിച്ചിട്ടുണ്ടാവും. എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട. വീട്ടിലിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ വല്യച്ഛൻ്റെ മുറിയിലേക്ക് കടക്കാം. മരുന്നുകൾ മാറ്റാനുള്ള പറ്റിയ സമയം.
ഷടാ, ഈ അച്ഛന്റെ ഒരു കാര്യം എല്ലാം അങ്ങ് മറന്നോളൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയല്ലേ നോക്കുന്നേ, അപ്പൊ ഇതും ഞാൻ തന്നെ നോക്കണം. ഓളും സോളും എല്ലാം ഞാൻ തന്നെയല്ലേ ഇവിടെ. എന്താ വരുൺ ചേട്ടാ? വരുൺ ചേട്ടൻ അമ്പലത്തിലേക്ക് പോയില്ലേ? ഇല്ലല്ലോ. അതിരിക്കട്ടെ, ദേവേട്ടന്റെ അച്ഛന്റെ മുറിയിൽ വരുണേട്ടൻ എന്തെടുക്കുക? ഇവിടേക്ക് അങ്ങനെ ആർക്കും പ്രവേശനമില്ലല്ലോ. വെറുതെ വന്നതാടാ, മുറി മാറി കേറിപ്പോയത്. അതെങ്ങനെയാ മുറി മാറി പോകുന്നത്? വരുൺ ചേട്ടൻ എന്തോ പുറകിൽ ഒളിപ്പിച്ചോണ്ട് പോകുന്ന പോലെ തോന്നി. മുഖത്തെന്തോ വെപ്രാളം ഉണ്ടായിരുന്നു. ആ, ഇതിനു മുമ്പ് വലിയച്ഛന്റെ മുറിയിൽ നിന്ന് പണം മോഷ്ടിച്ചതിന് തല്ലുകൊണ്ട ആളല്ലേ? പിന്നെ വല്ല കള്ളത്തരം കാണിക്കാൻ കയറിയതാവോ? വന്ന ഉടനെ അച്ഛനോടത്ത് പറയണം. എന്റെ അമ്മോ, ശ്ശോ. എന്തിനാടാ ഇങ്ങനെ പിടിച്ചു വലിച്ചെടുത്തത്? നിന്റെ ചിന്തയല്ല എവിടാ? അതെവിടെങ്കിലും ഇരിക്കട്ടെ മന്ത്രക്കളവി. ആരോടാ ഉള്ള ദേഷ്യം നീ എന്തിനാ എന്നോട് കാണിക്കുന്നേ? അച്ഛനിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാ ഞാൻ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. എന്തെന്നാടാ? എന്തെന്നാ കൊച്ചുവായില് വലിയ വർത്താനം? ഞാൻ വലിയ വർത്തമാനമൊന്നും പറയുന്നതല്ല. നിങ്ങൾക്കെല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചിരിക്കാന്നാ പറഞ്ഞേ. നിക്ക്, എല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കാൻ പോവുക. എന്തെന്നാടാ പറഞ്ഞു കൊടുക്കുക? വായില് പല്ല് കാണില്ല, പറഞ്ഞേക്കാം. എന്നാ ഒരു കൈ നോക്കിക്കേ, അച്ഛൻ വരുന്നവരെ ഉള്ളൂ ഇതെല്ലാം. ആരുടെ പല്ല് കൊഴിയുന്നേ അപ്പ മനസ്സിലാവും. എന്താ നീ പറഞ്ഞു വരുന്നേ? നടന്നതെല്ലാം പറഞ്ഞു കൊടുക്കൂന്നാ? എടാ, പറയില്ലെന്ന് വൈദേഹ്യത്തോട്ട് സത്യം ചെയ്തതാ, അത് നീ മറക്കാതിരുന്നാ മതി. ആ ഒരു കാര്യത്തിന് വേണ്ടിയാ ഇതുവരെ വാതുറക്കാതെ പിടിച്ചു നിന്നത്. പക്ഷേ ഞാൻ എന്താ സത്യം ചെയ്തതെന്ന് എനിക്കല്ലേ അറിയൂ. ആ സത്യം പാലിച്ചെന്നെ ഏതെങ്ങനെ പറയണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനിങ്ങ് വരട്ടെ. എടാ 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 പീക്കിരി, നിക്കടാ അവിടെ. എന്തുകൊണ്ടാണോ അവൻ ചെയ്യാൻ പോന്നെ? ഇതങ്ങകത്ത് വെച്ചേക്ക്. അച്ഛാ, അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എടാ പിശാചേ, എന്തിന്റെ കേടാ നിനക്ക്? എന്താ നിനക്ക് പറയാനുള്ളത്? അത് കിളവി എന്തിനാ അറിയുന്നേ? ഞാനത് പറഞ്ഞോളാം. അപ്പ എല്ലാവരും അറിഞ്ഞാ മതി. വായൊടക്കടാ പിശാചേ. ഒന്നുമില്ല രാമ, അവന് കാലത്ത് തൊട്ട് എന്തോ പ്രശ്നം. അമ്മ അവിടെ തന്നെ, നീ പറയണ. അച്ഛാ, കാര്യം എന്താണെന്നറിയോ? ശ്രേയ ചേച്ചി ഇതിനാണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? കല്യാണത്തിന്റെ കാര്യമെങ്ങാനും പറയാനാണെന്ന് ഞാൻ അങ്ങ് പേടിച്ചു പോയി. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു അച്ഛാ. ചെന്ന് ചോദിച്ചാലോ എന്ന് കരുതിപ്പോയി. പക്ഷേ അപ്പോഴത്തേക്കും ബൈക്കിൽ കയറി സ്ഥലം വിട്ട് കളഞ്ഞു. നീ ഒന്ന് നാവടക്കി നിക്കടാ. വല്ലവരെയും കണ്ടിട്ട് അവളാണെന്ന് തോന്നിയതിന്. അമ്മേ, ശ്രേയെ കുറിച്ച് മാത്രമാണെങ്കിൽ ഞാനും കുറെയൊക്കെ വിശ്വസിച്ചേനെ.
കൂടെ ജയനും ഉണ്ടെന്ന് പറയുമ്പോഴാ. ഭ്രാന്ത് മൂത്തെന്ന് കരുതിയല്ലേ അവളെ കല്യാണം കഴിപ്പിച്ച് അയച്ചത്. എന്നിട്ടും അവളുടെ ബുദ്ധി മാറിയിട്ടില്ല. അങ്ങനെയൊന്നും പറയാതിരിക്കടാ. അത്യാവശ്യ കാര്യത്തിന് വല്ലതും പുറത്തു പോയതാവും. അവിടെ വെച്ചെങ്ങാനും കണ്ടതായിക്കൂടെ? അവളെ സപ്പോർട്ട് ചെയ്യുന്ന നിർത്തമ്മേ. ഇങ്ങനെ ഓരോ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നോണ്ടാ ഇവൾ ഇങ്ങനെ ആയത്. ഇതിനെല്ലാം കാരണം അമ്മയുടെ വളർത്തുദോഷം തന്നെയാ. ഞാൻ എന്ത് ചെയ്തു എന്നാടാ? അമ്മ എല്ലാത്തിനും കാരണം. വൈദേഹിയെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വളർത്തിയത്. അവൾ എങ്ങനെയുണ്ട്? ശ്രേയ എന്തൊക്കെയോടെ കാട്ടിക്കൂട്ടുന്നു. ആദ്യത്തെ പ്രാവശ്യം തെറ്റിയതപ്പോ തന്നെ ചെവി കിഴക്കി പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ചെയ്യില്ലായിരുന്നു. അമ്മ എല്ലാത്തിനും കാരണം. സ്വന്തം വീട്ടിൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ അതൊക്കെ സഹിക്കും. വീണ്ടും ചെയ്യാൻ പാടില്ലെന്ന് ഉപദേശിക്കും. പക്ഷെ അത് പറഞ്ഞിട്ടെന്താ കാര്യം? ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ ജീവിതം തന്നെയല്ലേ ഇല്ലാതാവുക. എന്തൊക്കെ പറഞ്ഞ ഞാൻ അവളെ അങ്ങോട്ട് അയച്ചത്? നാണക്കേടുണ്ടാക്കുന്ന ഇടപാടാ. ഇതിന്റെ പേരിൽ ജീവൻ തന്നെ കളയേണ്ടി വരുമല്ലോ. ബുദ്ധിയുള്ളവർ ഇങ്ങനെ വലുതും ചെയ്യുവോ? എന്താ ചെയ്യ? മോനെ കയ്യും കാലം തല്ലി ഒടിച്ച് വീട്ടിൽ കെട്ടിയിടണം. അപ്പ നന്നാകും. രാമ, എടാ നിക്കടാ. എന്തിനാ ആവേശപ്പെടുന്നേ? നീ ഇപ്പൊ എങ്ങോട്ട് പോവാ? അറിയില്ല അമ്മേ. അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കണം, അല്ലെങ്കിൽ മാറില്ല. എന്നും പറഞ്ഞ ഈ പാതിരാത്രിക്ക് എന്ന് വഴക്കുണ്ടാക്കിയാലേ നീ മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യവാത്. എടാ, നീ ഇനി വഴക്കിനൊന്നും പോവണ്ട. ഞാൻ പയ്യെ കാര്യങ്ങൾ പറഞ്ഞോളാം. അച്ഛമ്മ എന്താ പറയാന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീ വാ തുറക്കരുതെന്ന് പറഞ്ഞില്ലേ? എടാ മോനെ രാമ, കാര്യങ്ങൾ നമുക്ക് നേരം വെളുത്തിട്ട് പറയാം. ഇപ്പൊ ഒന്നും ചോദിക്കല്ലേ. പറയുന്ന കേക്കടാ മോനെ. വർമ്മയാണല്ലോ ഫോൺ ചെയ്യുന്നത്. സത്യങ്ങളെല്ലാം ഇനി വർമ്മ അറിഞ്ഞു കാണുമോ? അയ്യോ, നമസ്കാരമുണ്ട് വർമ്മേ. നമസ്കാരമുണ്ട് രാമ. എനിക്ക് രാമനോട് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. നാളെ ഒന്ന് വീട് വരെ വരികയാണെങ്കിൽ. എന്ത് പറ്റി വർമ്മേ? എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? കാര്യം എന്താണെന്നെങ്കിലും പറഞ്ഞൂടെ? ഇതങ്ങനെ ഫോണിൽ പറയാൻ പറ്റിയൊരു കാര്യമല്ലാത്തതുകൊണ്ട് രാമൻ നാളെ വീട്ടിലേക്ക് വരണം. ഫോണിൽ വേണ്ട, നേരിട്ട് പറയാന്ന് പറയുന്നെങ്കിൽ അത്രയ്ക്ക് വലിയ എന്തോ പ്രശ്നമാണെന്നർത്ഥം. ഒരു കാര്യം അമ്മ ഓർക്കുന്ന നല്ലതിനാ. അങ്ങനെ വലുത് നടന്ന എന്റെ മകൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങളാരും എന്നെ കാണില്ല. രാമ, രാമ പോവല്ലേ, നിക്ക്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഞാൻ കണ്ടത്. എന്നിട്ടല്ല അവസാനം ഇങ്ങനെ ആയല്ലോ. അതൊന്നും സാരമില്ല ശ്രേയെ, നീ ടെൻഷൻ അടിക്കണ്ട. എന്ത് ടെൻഷൻ അടിക്കണ്ടെന്ന്? ഹീറോയിൻ ആവാൻ പോവാണല്ലോ എന്ന് കരുതി എത്ര വലിയ റിസ്ക് എടുത്ത് ആ സ്വർണം കൊണ്ടുവന്ന് തന്നത്. അതും ഇപ്പൊ വെറുതെ ആയില്ലേ? അത് നമ്മുടെ കയ്യിലല്ലല്ലോ. കൃത്യം ആ സമയത്ത് പോലീസ് കയറി വരുമെന്ന് നമ്മൾ വിചാരിച്ചോ? സ്വർണം പോയതോ പോട്ടെ എന്ന് വെക്കാം. ഞാൻ അതെങ്ങാനും എടുത്തോണ്ട് പോയെന്ന് വീട്ടിലെങ്ങാനും അറിഞ്ഞ ഇവിടെ നിന്നെ തല്ലി പുറത്താക്കും. അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സ്വർണം കൊണ്ടുപോയത് നമ്മളാണെന്ന് ആ തട്ടാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നെന്താ, നമ്മൾ അത് കൊണ്ടുപോയി കൊടുത്തെന്ന് അറിയാൻ ഒരു വഴിയുമില്ല. നീ ഒന്നും അറിഞ്ഞിട്ടുമില്ല, ഒന്നും നടന്നിട്ടുമില്ല എന്നങ്ങ് കരുതിയാ മതി. ശരി ശ്രേയേ. എന്താ ചേച്ചി? ആരോടാ നീ സംസാരിച്ചത്?
എന്റെ ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? ജയനാണോ? ജയനോ? അല്ല, അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ജയനെ കണ്ടിട്ടേ ഇല്ല. കള്ളം പറയുന്നു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് കരുതണ്ട. പർദ്ദ ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്ന ആളെ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? കാലത്ത് നിന്നെ കൊണ്ടുപോകാൻ വന്നത് നിന്റെ കൂട്ടുകാരി സെറീന അല്ലെന്ന് എനിക്കറിയാം. ജയനായിരുന്നു. അത് ജയനല്ല ചേച്ചി. മിണ്ടി പോരുത്. എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ തന്നെ നിർത്തി ചോദിക്കാന്ന് കരുതിയതാ. പക്ഷെ അതോടെ നിന്റെ സ്വഭാവ മഹിമ ഇവിടെ എല്ലാരും അറിയല്ലോ. അതാ മിണ്ടാതിരുന്നത്. പറയേ, എവിടെ പോയതായിരുന്നു? ദേവേട്ടന്റെ കൂടെ അമ്പലത്തിൽ പോലും പോവാതെ അവന്റെ കൂടെ അങ്ങനെ എന്ത് മലം മറിക്കാനാ നീ ഇവിടുന്ന് കള്ളം പറഞ്ഞിറങ്ങിപ്പോയത്? അവന്റെ കൂടെ ചേർന്ന് വല്ല സിനിമാ ചാൻസും അന്വേഷിച്ച് നടക്കാണോ? നീ നന്നാവില്ല ശ്രേയ. ഇത്രയൊക്കെ നടന്നിട്ടും നിനക്ക് ഇനിയും മതിയായിട്ടില്ലേ? വീണ്ടും എന്തിനാ അവന്റെ കൂടെ പോയെ? നിന്നോടാ ചോദിക്കുന്നത്. നല്ലൊരു ചാൻസ് കിട്ടിയ എന്റെ സ്വപ്നം അത് ഒരു സിനിമ ഹീറോയിൻ ആവണമെന്നുള്ളത്. മിണ്ടാതിരിക്കുന്നു. നീ ഇപ്പൊ കൊട്ടാരം വീട്ടിലെ മരുമോളാ. ആർക്കും കിട്ടാത്ത നല്ലൊരു മനുഷ്യനെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ആ സിനിമാ ഭ്രാന്ത് നിന്നെ വിട്ട് പോയിട്ടില്ല അല്ലേ? ഇതുപോലെ ആയിരുന്നില്ലേ കല്യാണത്തിന്റെ അന്ന് നീ മുങ്ങിയത്? അന്ന് നീ ചെയ്ത തെറ്റ് ശരിയാക്കാൻ ഇപ്പോഴും വഴി അറിയാതെ വിഷമിക്കുമ്പോഴാ വീണ്ടും അവളുടെ ഒരു സിനിമാ ഭ്രാന്ത്. ഇത് കണ്ടോ? നീ ഒറ്റൊരുത്തി കാരണം ഇതിന്റെ കഴുത്തി വന്ന് വീണത്. ഇതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതുകൊണ്ടെങ്കിലും നിന്റെ ജീവിതം നന്നാകുമായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ സഹിക്കും. ഇത് അതുകൊണ്ടായില്ല. കല്യാണത്തിന്റെ അന്ന് താലികെട്ടി നടക്കുന്ന സമയത്ത് പോലീസുകാരനായിട്ട് വഴിയിൽ നിന്ന് വഴക്കുണ്ടാക്കി. അയാളാണെങ്കിലോ ദേവേട്ടന്റെ അച്ഛന്റെ കൂട്ടുകാരൻ. എന്തെങ്കിലും അയാൾ നിന്നെ കാണും. താലി കെട്ടിയത് നിനക്കല്ലെന്ന് അന്നത്തോടെ ഈ വീട്ടിൽ എല്ലാവരും അറിയുകയും ചെയ്യുന്നുള്ള ഭയമാണ് എനിക്ക്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കാന്ന് കരുതിയ അതുമില്ല. പറ്റിപ്പോയ തെറ്റുകളിൽ നിന്ന് എല്ലാവരും പാഠം പഠിക്കുക ചെയ്യാറ്. പക്ഷെ നീ വീണ്ടും ഇത് ആവർത്തിക്കുക. നല്ല പോലെ ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമല്ലേ? ഇത്രയും വലിയൊരു നരകം ഞാൻ സഹിക്കുന്നത് നിനക്കോ എനിക്കോ വേണ്ടിയല്ല, നമ്മുടെ അച്ഛനെ കുറിച്ച് ഓർത്ത. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഒരു കരയെത്തിച്ചെന്ന സമാധാനത്തിലാ അച്ഛൻ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നത്. നീ ഇപ്പോഴും ഇത്തരം ഭ്രാന്തിന്റെ പുറകെന്നറിഞ്ഞ അച്ഛൻ അത് സഹിക്കോ? മാനം പോയാൽ പിന്നെ അച്ഛൻ ജീവിച്ചിരിക്കോ? വീണ്ടും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുത്. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്താ ഇവിടെ രണ്ടുപേരും കൂടി എന്തോ കള്ളത്തരം കാണിച്ചിട്ട് പിടിക്കപ്പെട്ടതുപോലെ നിന്ന് പരുങ്ങുന്നുണ്ടല്ലോ? അതൊരു ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ശ്രേയയുടെ മുഖത്ത് അതിനുള്ള വെപ്രാളമുണ്ട്. ചേച്ചിയാണെങ്കിൽ തെറ്റിനി ആവർത്തിക്കരുതെന്ന് ഉപദേശിക്കുന്നു.